ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ദേ ഞാൻ പാലായിക്ക് പോവാണ്. എന്റെ ചക്കിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ട്രിപ്പ് പോകണ്ടേ, അതിന് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഞങ്ങള് നാളെ വെളുപ്പിനാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പം ചക്കിക്ക് ഇതുവരെയും ഡ്രസ്സ് എടുത്തില്ലായിരുന്നു. അപ്പം ചക്കിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇതേ പോവാണ്. അപ്പം ചക്കി പറയുന്നു ഭയങ്കര വെയിലാവുകൊണ്ട് ചക്കി വരുന്നില്ലാന്ന്. അങ്ങനെ ഇത് ഞങ്ങള് പാലായി എത്തി. പാലായി ചെന്ന് ഈസി ബൈ എന്നാണ് അവനിക്ക് ഡ്രസ്സ് എടുക്കുന്നത്. അങ്ങനെ ദേ അവിടെ ചെന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചക്കി ആദ്യമേ കയറി പോവാ, ചക്കിക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ചക്കിക്ക് വീട്ടിടാനൊക്കെ ഡ്രസ്സ് എടുക്കുന്നത്. വീട്ടിടാൻ നല്ല അത്യാവശ്യം നല്ല എല്ലാ ഡ്രസ്സുകളും അവിടെ നിന്ന് ഞാൻ എടുക്കും. എനിക്ക് അവിടെ നിന്ന് എടുക്കുന്ന ഇഷ്ടം. അങ്ങനെ ഈസി ബൈ പോയി. അപ്പൊ ചക്കിയുടെ മുമ്പം കയറി ഓടിയേ, ഞാൻ കയറി പോകുന്ന സമയം കൊണ്ട്. അങ്ങനെ അവിടെ പോയി ചക്കിക്ക് കുറെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട്. അത് കുറെയൊക്കെ ചക്കി ഇഷ്ടപ്പെടാത്തതും എടുത്തു ഇട്ടൊക്കെ നോക്കി. പിന്നെ ചക്കിക്ക് ഇപ്പൊ ഏതെടുക്കാനുള്ള കൺഫ്യൂഷൻ ആണ്. അപ്പൊ ചക്കി ഇങ്ങനെ ഓടി നടക്കുക ഏതാന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ചക്കി എടുത്തൊക്കെ വന്ന് ഇട്ട് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന്. അപ്പം ചക്കിയില് ഇട്ട് നോക്കാനൊക്കെ വരുവാണ്. അപ്പൊ ചക്കിക്ക് ഇഷ്ടമൊക്കെ പെട്ട്. പിന്നെ ചക്കി പറയുന്ന കളറൊക്കെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്ന് ബില്ലടിക്കുന്നിടത്ത് എത്തി. അപ്പതേ ബില്ലടിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ സ്പ്രേ ഇരിക്കുന്നത്. ഇപ്പൊ അത് ഇപ്പൊ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ ഞാൻ മൂന്നാലെണ്ണം ഒക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ എല്ലാം സൂപ്പറാണ്. പിന്നെ അതിന് രണ്ടെണ്ണം വാങ്ങി. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. അവനിക്കുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ട് ഈസി ബൈ ഇറങ്ങി. അന്നേരം തൊട്ടടുത്ത പുളിമുട്ടിൽ കയറി. ഞാൻ ചുരിദാറൊക്കെ എടുക്കുന്ന പുളിമുട്ടി സിൽക്കിൽ നിന്നാണ്. എനിക്ക് എല്ലാ ചുരിദാറും എൻ്റെ അവിടത്തതാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന്. ഞാൻ അവിടെ നിന്ന് മുറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യും, അല്ലാതെ സെറ്റ് എടുക്കും. ഇതെല്ലാം അവിടെ ചെന്നപ്പോൾ ചേച്ചിമാര് ചോദിച്ച് ഇപ്പം എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ആദ്യം എന്ന് പറഞ്ഞത്. ഇതെല്ലാം മുറിച്ചെടുക്കുന്ന ഐറ്റങ്ങളാണ്, ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പിന്നെ ഷോളും ബോട്ടവും മുറിച്ചെടുക്കുന്നത്, അതിന് വിത്ത് ഷോളോട് കൂടി വരുന്നത് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ബേക്കറി കയറുവാണ്. ചക്കിക്കപ്പം വീണ്ടും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചക്കിയോട് ഞാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പൊ ചക്കി എന്തോ ഒരു ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചക്കി പപ്സ് വേണമെന്ന് പറയും. ചക്കിക്ക് ഏറ്റവും ഇഷ്ടം പപ്സാണ്. അപ്പം ചക്കി പപ്സ് വാങ്ങിച്ച് കഴിച്ച്. പിന്നെ ഞാനും ഒരു പപ്സും ഒരു കോഫിയൊക്കെ വാങ്ങി കുടിച്ച്. ഇപ്പൊ സമയം 4 മണിയായേ. അപ്പം ഞങ്ങള് രാവിലെ മുതൽ ഷോപ്പിങ്ങിന് നടക്കുന്നതല്ലേ, രാവിലെയും ഇപ്പോഴും ഒക്കെ ആയിട്ട് ഈ പപ്സ് തന്നെ ആട്ടോ ഇന്നിപ്പോ ചോറൊന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം ചോറൊക്കെ കഴിക്കാൻ. അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഇനി പേട്ടയ്ക്ക് പോകണം. അപ്പൊ ഞങ്ങൾ പാലായിലെ ബേക്കറിയിലാണ് കയറിയേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാനുള്ള സാധനങ്ങളൊക്കെ അടുക്കിയൊക്കെ ഒതുക്കി വെക്കാൻ. ബാഗൊക്കെ ഒന്നും അടുക്കിയിട്ടില്ല. ബാഗൊക്കെ ഇനി ഒരുക്കണമെങ്കിൽ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇനി അതെല്ലാം കഴിഞ്ഞ് വേണം ഇനി ബാഗൊക്കെ ഒതുക്കി പിറക്കി. എന്തെല്ലാം ജോലി ഉണ്ടോ മതി. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങള് പേട്ടയ്ക്ക് പോവാണ്. ഭയങ്കര ചൂടല്ലേ, വെയിലിന് എന്നാ ഒരു ചൂടാ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി പേട്ടയ്ക്ക് പോയി കുറച്ച് പർച്ചേസിങ്ങും കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് വേണം വീട്ടിൽ പോകാൻ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ച് എല്ലാവരും ചോദിച്ച്. ഞങ്ങള് ലേഡീസ് ട്രിപ്പാണ് പോകുന്നത്. അന്നേരം എൻ്റെ മൂത്ത മോൻ വരുന്നില്ല, അവൻക്ക് എക്സാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പേട്ട എത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ ചേട്ടത്തി അമ്പിളിക്കുട്ടി നിൽക്കുന്നത്. അമ്പിളിക്കുട്ടി മഴവില്ലിന്ന് എന്തെല്ലാം വാങ്ങുക. അതെല്ലാം കഴിഞ്ഞതേ അപ്പം ഇസഡിന്റെ പൗഡറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മാലയും കമ്മലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അവളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ പിന്നെ അവളിതേ ഹിബായി പോയി. ഹിബ ഫർദാക്കടയാണ് ഞങ്ങളുടെ ഇരറ്റുപേട്ടയില്. അവിടെ ചെന്ന് അവിടെ നോക്കി എന്തെല്ലാം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരി നിൽക്കുക. അവളും വരുന്നുണ്ട് നാളെ പോകാൻ. അതിൻ്റെതായ പർച്ചേസിംഗ് ആണ്.